എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ കലകള് അങ്ങനെയുള്ള ഓരോ നമ്മളുടെ മാനസിക ഉല്ലാസം ഉതകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമുക്ക് ഹാപ്പി ഹോർമോൺസ് ജനറേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ സഹവാസം കൊണ്ടുള്ള കുറെ ഡോപ്പമിൻസ് അങ്ങനെ കുറച്ചുണ്ട്. അതെല്ലാം നമുക്ക് നേടണമെങ്കിൽ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യം വേണം. അപ്പൊ നമ്മുടെ പ്രദീപ് ജി ഈ ഒരു പുനർനവ ഗ്രൂപ്പ് തുടങ്ങിയത് കൊണ്ട് നമുക്ക് അതിലെല്ലാം ഉള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. അതൊന്നും മിസ് ചെയ്യാതെ എല്ലാവരും ഉപയോഗിച്ച് ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു കുടുംബത്തിലെ വർത്തിക്കണമെന്ന് വീണ്ടും നമ്മളെ അങ്ങോളം നമ്മളുള്ള കാലത്തോളം ഇതുപോലെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു വേദി ഒരുക്കി തന്ന പ്രദീപ് ജിക്കാണ് ആദ്യം ഒരു ഹാറ്റ്സ് ഓഫ് വരുന്നത്. നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യോഗ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ വന്ന് സാറും നമ്മുടെ അധ്യാപകരുണ്ട്, നമ്മളെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ കൂടെ ചേർന്നാണ് നമ്മൾ നയിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പിനെ കേൾക്കാവുന്ന പരിപാടി നമ്മുടെ ജോഷി സാർ വളരെ ഗംഭീരമായി കൊണ്ടു നടക്കുകയാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും എല്ലാം അറിയാൻ പറ്റും. അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മുമ്പോട്ട് പോകാൻ നമുക്ക് ഉതകുന്ന പറ്റുന്ന പരിപാടിയാണത്. അപ്പൊ ജോഷി സാറിനും ഒരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. കൂടാതെ നമ്മുടെ പ്രിയങ്കരനായ ജേക്കബ് സാറ് മുൻകൈ എടുത്ത്, അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല, പെട്ടെന്നൊരു ആലോചനയാണെങ്കിൽ പോലും സാർ അത്ര ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അത് അതിമനോഹരമായിട്ട് നമ്മുടെ ഈ സാന്ദ്രലയം എന്ന പരിപാടി ലോഞ്ചിങ്ങിനാണ് സാർ എടുത്ത എഫേർട്ട് മറക്കാനാവുന്നതല്ല. അതിന് സാറിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. അപ്പം നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേദി എന്ന് പറയുന്നത് ഒരു കുടുംബ സംഗമം. നമ്മളെല്ലാവരും കുടുംബത്തിലാകുമ്പോൾ ഇടയ്ക്ക് ഒരു ഒറ്റുകൂടില്ല, അതുപോലെ ഒരു കുടുംബ സംഗമം. നമ്മൾ രാവിലെ യോഗ ചെയ്യുന്ന എന്നാലും പാട്ടും കൂത്തൊക്കെ ഉണ്ട്, എന്നാലും വളരെ തുച്ഛമായ ആൾക്കാരെ അവിടെ ഉള്ളൂ. പക്ഷെ ഇതിലാവുമ്പോൾ കുറേ പേര് നമ്മളെ ഗ്രൂപ്പ് എല്ലാം കൂടെ വരുമ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, നമ്മളൊരു മാർക്കിടാനോ അവർ ജഡ്ജ് ചെയ്യാനോ ഒന്നുമല്ല. നമ്മളുടെ കഴിവുണ്ട്, നമ്മുടെ ഉള്ളിലൊക്കെ ഓരോ കുടമുണ്ട്, ആ കുടത്തിൽ നിറയെ കഴിവുകളാണ്. ആ കഴിവുകൾ നമ്മൾ ചികഞ്ഞെടുത്ത് നമുക്ക് എന്താണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായ ഒരു കഴിവ് അത് കണ്ടെത്തി വികസിപ്പിച്ച്, നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പിൽ പാടാത്തവരൊക്കെ പാടുന്നുണ്ട്, കഥ പറയാത്തവരെ കഥ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ വേദിയിലെ ഈ ഒരു കുടുംബ സദസ്സിന്റെ ഒരു മെച്ചമാണ്. അത് ഇനിയും ഒരു കൂടുതലായിട്ട് വരാം. പ്രതിഭയുടെ നിറങ്ങൾ പ്രതിഫലിക്കട്ടെ, പ്രതിഭയുടെ നിറങ്ങൾ പ്രതിഫലിച്ചു വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും മടിച്ചു നിൽക്കാതെ അടുത്ത സെക്കൻഡ് സാറ്റർഡേ ഉള്ള സംഭവങ്ങളിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാകുകയും അങ്ങോട്ട് ജേക്കബ് സാറിനെ കോൺടാക്ട് ചെയ്തിട്ട് അത് പരിപാടികൾ പങ്കെടുക്കുകയും വിവിധതരം കലാപരിപാടികൾ അതെന്ത് വേണമെന്നാകട്ടെ നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂടെ ഒരു ലജ്ജയോ ലെവലേശമില്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു നല്ല സംരംഭത്തിലെ പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ ഈ സ്നേഹ സദസ്സിനെ വിപുലീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ കലയെന്ന് പറയുന്നത് നമ്മുടെ ജീവനാഡിയാവണം. ആ കല നമുക്കൊരു കല ഉണ്ടെങ്കിലാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ചുമ്മാ വന്നിങ്ങനെ ഒരു കാര്യമില്ല, തുറന്ന് സംസാരിക്കുക, തുറന്ന് പങ്കെടുക്കുക. അങ്ങനെ ഈ ഒരു ലോഞ്ചിങ് നമ്മുടെ മ്യൂട്ട് ചെയ്യണം എല്ലാവരും. നമ്മുടെ ഈ ഒരു പരിപാടി ലോഞ്ചിങ്ങിനായിട്ട് നമ്മുടെ ഈ വേദി ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ നമ്മുടെ ഏറെ പ്രിയങ്കരനായ ജേക്കബ് സാറിനെ സാദരം ക്ഷണിക്കുകയാണ്. ജേക്കബ് സാർ പ്ലീസ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ സാന്ദ്രലയം എന്ന പരിപാടിയുടെ ലോഞ്ചിങ് ഇവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യമായിട്ട് നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. രാധാജിയെ ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ വളരെ വിനയത്തോടെ ക്ഷണിക്കുകയാണ്. രാധാജി പ്ലീസ്. സാറേ കേൾക്കാലോ അല്ലേ? യെസ്. ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദാം ദ്വേഷബുദ്ധി വിനാശായ ആത്മജ്യോതിർനമോസ്തുതേ ആത്മജ്യോതി പ്രദീപ്തായ ബ്രഹ്മജ്യോതിർനമോസ്തുതേ ബ്രഹ്മജ്യോതി പ്രദീപ്തായ
ഗുരുർജ്യോതിർനമോസ്തുതേ. ഗുരുർജ്യോതിർനമോസ്തുതേ. താങ്ക് യു രാധാജി. നല്ല ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം ഒന്ന് കൊണ്ടുപോയി. ഒന്നുകൂടി താങ്ക്സ്. ഇന്ന് നമ്മുടെ വെൽക്കം സ്പീച്ചിന് വേണ്ടി അധ്യാപികയും ഒരു നല്ല പാട്ടുകാരിയുമായ നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതി പ്രദീപിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സമാധാനവും ആത്മശക്തിയും സ്നേഹവും നിറഞ്ഞ ഈ നല്ല നിമിഷത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മ ഒരുമിച്ച് ചേരുമ്പോൾ ഈ ദിവസം ഒന്നാകെ നമ്മൾ സന്തോഷത്താൽ നിറഞ്ഞ ഒരു കുടുംബമായി മാറുന്നു. ഓൺലൈൻ ആണെങ്കിലും നേരിൽ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഈ ദിനം അനുഭവപ്പെടുന്നത്. യോഗ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വളർത്തുന്നത് പോലെ കൾച്ചറൽ പ്രോഗ്രാമുകൾ നമ്മിലുള്ള സൃഷ്ടി പ്രതിഭകളെയും സന്തോഷഭാവത്തെയും വളർത്തുന്നു. ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജേക്കബ് സാറാണ്. സാന്ദ്രലയത്തിന്റെ പ്രോഗ്രാം ഡയറക്ടറാണ്. പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ അഹോരാത്രം പ്രയത്നിച്ച സാറിനെ ഏറെ സ്നേഹാദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ പ്രദീപ് സാർ. പുനർനവയുടെ അമരക്കാരൻ. കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും ചേർത്ത് പിടിച്ച് ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുന്ന സാറിന്റെ കഴിവിനെ മനസ്സാ നമിച്ചുകൊണ്ട് ഏറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ ജോഷി സാർ, പുനർനവയുടെ മിസ്റ്റർ ബ്രെയിൻ. സാറിനെ ഏറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ സുരേഷ് സാർ, ഫിലോമിനാജി, ഹരിജി, രമ്യാജി, രവീന്ദ്രനാഥ് ജി, രാമമൂർത്തി ജി, ഹുസൈൻ ജി, അനിൽ ജി എന്നിവരെയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് ഇന്ന് നമ്മളെ ആനന്ദിപ്പിക്കുന്ന സിന്ധു ജയൻ, ഹാസി സാർ, പുഷ്പലത, അരുൺ ഗോപിനാഥ്, അംബികാജി എന്നിവരെയും കൂടാതെ ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം മനോഹരമായ അനുഭവങ്ങൾ നിറഞ്ഞതാകട്ടെ. സൗഹൃദത്തിന്റെ, സന്തോഷത്തിന്റെ, ആത്മശാന്തിയുടെ ഒരു ആഘോഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ജ്യോതിജി. നല്ല ഒരു സ്വാഗത പ്രസംഗം. നമ്മുടെ പുനർനവയിലെ എല്ലാരെയും പറ്റി പറഞ്ഞു. നമ്മുടെ പ്രദീപ് ജി, നമ്മുടെ നട്ടല്, നമ്മുടെ ഈ പുനർനവയുടെ നട്ടലായ പ്രദീപ് ജി, അതുപോലെ ജേക്കബ് സാർ, നമ്മളെല്ലാവരും ഇതിലെ ഒരു ഒറ്റക്കെട്ടായിട്ട് വർത്തിക്കുകയാണ്. നന്ദി ജ്യോതിജി. ഇനി നമ്മുടെ മുഖ്യ എന്താ പറയാ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ജേക്കബ് സാറിനെ സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. മ്യൂട്ടാണ് സാറേ, മ്യൂട്ടാണ്. കേൾക്കാമല്ലോ? കേൾക്കാം. എന്റെ പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഇന്ന് സത്യത്തില് നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പൊ നമ്മുടെ ജ്യോതി ടീച്ചർ പറഞ്ഞതുപോലെ ഒരു ഓൺലൈൻ പ്രോഗ്രാം ആണെന്ന് തോന്നുന്നതേ ഇല്ല. സാധാരണ ഓഫ്ലൈനിൽ നമ്മളെല്ലാം ഒരു ഹാളിൽ ഇങ്ങനെ ഇരുന്ന് ഈശ്വര പ്രാർത്ഥനയും സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഒക്കെ നടത്തുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. ഇന്ന് ഈ സാന്ദ്രലയം എന്ന പേരിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ സന്ധ്യ സത്യത്തിൽ വെറുതെ ഒരു സാംസ്കാരിക പരിപാടിയായിട്ട് തോന്നുന്നതേ ഇല്ല. നമ്മുടെ ഏവരുടെയും മനസ്സുകളുടെ ഒരു സംഗമമാണ്. നമ്മൾ എല്ലാ പ്രഭാതത്തിലും യോഗയിലൂടെ നമ്മൾ ശരീരത്തെ ശാന്തമാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കലയിലൂടെ, അതിൻ്റെ വഴിയിലൂടെ നമ്മുടെ മനസ്സിനെയും നമ്മൾ ശാന്തമാക്കാനുള്ള ഒരു ശ്രമമാണ്. നമ്മുടെ പുനർനവയുടെ ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. നമ്മൾ മാസം തോറും അല്ല, ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളൊരു ഗെറ്റ് ടുഗദർ
സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ടൂർ പ്രോഗ്രാമുകൾ ഇങ്ങനെ പോകാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഓൾറെഡി നമ്മൾ ലാഞ്ച് ചെയ്തിട്ടുണ്ട്, സുഹൃത്തിനെ കേൾക്കാം. സത്യത്തില് ഈ സുഹൃത്തിനെ കേൾക്കാം എന്ന ആ പേര് കൊണ്ട് തന്നെ അതൊരു ബ്രാൻഡഡ് പരിപാടിയായി മാറിക്കഴിഞ്ഞു പുനർനവയുടെ. അതേപോലെ നമ്മുടെ ഈ സാന്ദ്രലയം എന്ന പ്രോഗ്രാമും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു എല്ലാവരുടെയും ഒരു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉള്ള ഒരു കലാപ്രകടനത്തിന്റെ ഒരു വേദിയായി തീരാൻ ഈ സാന്ദ്രലയവും ഇടയാകട്ടെ. ഇനി തുടർന്നും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമുക്ക് പിന്നെ ഈ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാകട്ടെ ഇതെന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. നമ്മുടെ ഓരോരുത്തരും, നമ്മൾ ഇതിലുള്ളവർ ഓരോരുത്തരും ജീവിതത്തിൽ വ്യത്യസ്തമായ വഴികളിലൂടെ, വ്യത്യസ്തമായ പാതയിലൂടെ നടന്ന് നീങ്ങിയവരാണ്, അല്ലെ നീങ്ങുന്നവരാണ്. അധ്യാപകരുണ്ട്, വിരമിച്ച അധ്യാപകരുണ്ട്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഇപ്പോഴും അല്ലെങ്കിൽ അതിൽ നിന്ന് വിരമിച്ചവരുണ്ട്, ബിസിനസ്സുകാരുണ്ട് എന്ന് വേണ്ട പലവിധമായ തുറയിലുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ ഈ വേദിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് തന്നെയാണ് പുനർനവയുടെ മഹത്വം. പുനർജന്മം പോലെ ഓരോ ദിവസവും പുതുതായി നമ്മൾ ആരംഭിക്കുന്നു യോഗയിലൂടെ. അത് മനസ്സിന്റെ ഒരു സംയോഗമായിട്ട് ആണ് അതിനെ കാണുന്നത്. ഞാൻ ഓർക്കുന്ന ഒരു ചെറിയ കഥയുണ്ട്. ഒരിടത്ത് ഒരു പ്രായം ചെന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ എല്ലായ്പ്പോഴും രാത്രിയിൽ ആ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിരിക്കും. എന്നാൽ ആകാശത്തോട്ട് നോക്കാതെ പലതും ആലോചിച്ച്, ആ ദിവസത്തെ യാതനകളും അല്ലെങ്കിൽ വേദനകളും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും. ഒരിക്കൽ പോലും ആകാശത്തോട്ട് പോലും ഒന്ന് നോക്കാൻ അയാൾക്ക് തോന്നാറില്ല. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ വന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, മുത്തച്ഛൻ ഒരിക്കലും നിലാവ് കണ്ടിട്ടില്ലേ, കാണാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു, എനിക്ക് അതിനൊന്നും സമയമില്ല, എനിക്ക് ഒത്തിരി ജോലികളുണ്ട്, ഒത്തിരി ചിന്തകളാണ്. അന്നേരം കൊച്ചുമകൻ പറഞ്ഞു, അപ്പൂപ്പൻ നിലാവ് കാണാത്തതിനാൽ ആകാശവും അപ്പൂപ്പനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ സത്യത്തിൽ ആ മുത്തച്ഛൻ ആകാശത്തിലേക്കൊന്ന് നോക്കി. അപ്പൊ ആ നിലാവിന്റെ തെളിഞ്ഞ ആ വെണ്മ അദ്ദേഹം നന്നായിട്ട് ആസ്വദിച്ചു. അത് അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നു. അത് ഈ ചെറിയ ഒരു കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ മാറ്റിവെക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇന്ന് ഈ സാന്ദ്രലയം അത്തരം ഒരു നിലാവാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ പ്രകാശം വിതറുന്ന ഒരു വലിയ നിമിഷം. നിമിഷങ്ങൾ നിശബ്ദം പാടുമ്പോൾ മനസ്സുകൾ ചേർന്നു പോകട്ടെ. പാട്ടിലുമുണ്ടൊരു പ്രാർത്ഥന, ചിരിയിലുമുണ്ടൊരു ധ്യാനം. മനസ്സിനെ ശാന്തമാക്കാൻ ഉതകുന്ന ഒരു ഘടകം തന്നെയാണ് കല. ഹൃദയം തന്നെയാണ് അതിൻ്റെ വേദി. അതിനായി നമുക്ക് ഒരുമിച്ച് ഓരോ മാസവും 2-ാം ശനിയാഴ്ച നമുക്ക് കൂടാം. ആ നിമിഷത്തിന്റെ സൗന്ദര്യത്തിനായി നമുക്ക് തുടർന്നും കാത്തിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ സാന്ദ്രലയം ഒരു ചടങ്ങല്ല, ഒരാത്മയാത്രയാണ്. സൗഹൃദം, കല, ആത്മസംതൃപ്തി എന്നീ 3 രാഗങ്ങൾ ചേർന്ന് പാടുന്ന സംഗീതം. ആ സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ഈ സാന്ദ്രലയത്തിൽ നമുക്ക് നമ്മുടെ മനസ്സുകളെ പൂർണ്ണമായി സമർപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. സ്നേഹവും സമാധാനവും നിറഞ്ഞ ഈ യാത്രയുടെ ഒരു മനോഹര തുടക്കമാകട്ടെ ഇന്ന് എന്ന് ആശംസിക്കുന്നു. അതിനല്പമായും അധികമായും പ്രചോദനങ്ങൾ നൽകിയ നമ്മുടെ അഡ്മിൻ പ്രദീപ് സാറിനും ജോഷ് സാറിനും ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഇതിനോട് സഹകരിക്കുന്ന, നാളുകളിൽ ഇതിനോട് സഹകരിക്കേണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നാളുകൾ, നന്മ നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
താങ്ക് യു സോ മച്ച് ജേക്കബ് സാർ. സാറ് പറഞ്ഞ പോലെ ഇവിടെ പവറില്ല, അധികാരമില്ല, ഒന്നുമില്ല, സ്ഥാനമില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒന്നാണ്. പല പല റേഞ്ചിൽ വന്നവരാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ ഒറ്റ. അതാണ് ഏകോദര സഹോദരങ്ങളെന്ന് ആദ്യം പറഞ്ഞത്, അതാണ് കറക്റ്റ് ആണ്. അതുപോലെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു തിളക്കം തിളക്കം കൂട്ടുന്ന കലയെ നമുക്ക് പരിപോഷിപ്പിക്കാം. അപ്പൊ അടുത്തത് നമുക്ക് ഇനി നമ്മുടെ വരുന്ന ഇനാഗുറൽ അഡ്രസ്സിനാണ്. ഇനാഗുറൽ അഡ്രസ്സിനായി നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ, നമ്മുടെ പുനർനവയുടെ മെയിൻ അഡ്മിനായ ശ്രീ പ്രദീപ് ജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാവുന്ന വരുന്നു. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ജേക്കബ് സാർ, അതുപോലെ തന്നെ ഇന്ന് ഇതിൻ്റെ കൺട്രോളിങ്, ഈ പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്ന ഗീതാജി, ഈശ്വര പ്രാർത്ഥന ആലപിച്ച രാധാജി, പിന്നെ നമ്മുടെ സ്വാഗതം ആശംസിച്ച ജ്യോതിജി, ഇനിയും ഇതുമായിട്ട് ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഇനി ഇവിടെ സംസാരിക്കാനും ഇടപെടാനുമുള്ള നമ്മുടെ എല്ലാ നമ്മുടെ യോഗ ഗ്രൂപ്പിലെ എല്ലാ മഹത് വ്യക്തികളെ ഇന്ന് ഈ യോഗ പ്രോഗ്രാമിൽ, ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പുനർനവ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പുനർനവയുടെ ഒരു ഇൻട്രഡക്ഷൻ ഞാനൊന്ന് പറയുന്നത്, ചിലർ പുതിയതായിട്ട് ജോയിൻ ചെയ്തതായതുകൊണ്ട് ഞാനൊരു ഇൻട്രഡക്ഷനെ പറ്റി, അതിനെ ഒരു തുടക്കത്തിനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലരും മറ്റൊരു ഗ്രൂപ്പിൽ യോഗ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം 3.5 വർഷം മുമ്പ്, അതായത് 2022 ജൂണിലാണ് ഈ ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ തന്നെ അന്യോന്യം നമുക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മുടെ കൂടെ ഈ യോഗയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അന്ന് തുടക്കത്തിൽ തന്നെ അന്നുണ്ടായിരുന്ന ഏതാനും പേര് തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് വലിയൊരു ആൾക്കൂട്ടമായിട്ട് ഇതിനെ ഉയർത്താൻ ആഗ്രഹമില്ല. ഒരു 30-35 പേരുള്ള ഒരു ചെറിയൊരു ഗ്രൂപ്പായിട്ട്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, പക്ഷെ അന്യോന്യം വളരെ സ്നേഹാദരങ്ങൾ പങ്കുവെക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരിക്കണം ഈ ഗ്രൂപ്പിൽ. വലിയൊരു ആൾക്കൂട്ടത്തെ, ഒരു പുരുഷാരത്തെ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഉള്ളവരെ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നവരായിരിക്കണം, നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നവരായിരിക്കണം, അന്യോന്യം സ്നേഹാദരങ്ങൾ പങ്കുവെക്കുന്നവരായിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ അന്ന് മുന്നോട്ട് വെച്ച 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ചർച്ചയിലൂടെ പലരും പല സമയത്തും ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരെയും കോർത്തിണക്കുന്നത് യോഗ പരിശീലനം തന്നെയാണ്. അപ്പോൾ യോഗ പരിശീലനത്തിന് എല്ലാവരും ഒരുപോലെ പങ്കെടുക്കണം. പിന്നെയുള്ളത് നമ്മുടെ സൗഹൃദം ഊട്ടി ഉറപ്പിക്കാനാണ്. ഇപ്പം തന്നെ നമ്മുടെ യോഗ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ കുറേ നേരം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇരുന്ന് നമ്മുടെ സൗഹൃദം പങ്കുവെക്കുന്നു. നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പം, തമാശകൾ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഗാനാലാപനം, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളായിട്ട് നമ്മൾ അതുമായിട്ട് പങ്കെടുക്കുന്നു. ആ സൗഹൃദം പങ്കുവെച്ച് പോകുന്നു. മൂന്നാമതൊരു സെഗ്മെൻറ്റും കൂടെ ഉണ്ട്. അത് നമ്മൾ വളരെ വലിയ രീതിയിൽ അതിലേക്ക് ഇനിയും കടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ സ്ഫുരണങ്ങൾ, സ്പാർക്കുകൾ നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷെ എന്നാലും അത് കുറെ കൂടെ വിപുലീകരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഇതിലെ ഒരു അഡ്മിൻ എന്നുള്ള നിലയിൽ. പിന്നെ പലരും പറഞ്ഞ പോലെ ഞാൻ മാത്രമല്ല, ഞാനൊരു അഡ്മിനാണ്, ശരിയാണ്. പക്ഷേ എന്നെ പോലെ മറ്റ് 4-5 പേരും അഡ്മിനാണ്. തീരുമാനം ഞാൻ വ്യക്തിപരമായിട്ട് ഒരിക്കലും എടുക്കാറില്ല. എപ്പോഴും നമ്മുടെ കൂടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള
പലരുമായിട്ടും ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് പല തീരുമാനങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പൊ ആ ഒരു കാരണം അതൊരു അങ്ങനെ മൂന്നാമത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധത. അപ്പൊ അത് അന്യോന്യം ഒരു കരുണ ഉണ്ടാകുക, ഒരു കരുതൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതിനു മുമ്പത്തെ ചില ഗെറ്റ് ടുഗദറുകളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോറത്തിൽ ഞാൻ അതിനെപ്പറ്റി സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. അത് പലരും അവരുടേതായ രീതിയിൽ അത് അനുഷ്ഠിക്കാനും താല്പര്യം കാണിക്കാറുണ്ട്. നമുക്കതിനെ കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് നോക്കുമ്പോൾ ജേക്കബ് സാറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും തന്നെ പല സാമൂഹിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്, പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, പല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക നിലവാരത്തിലുള്ള ആൾക്കാരാണ്. പല രീതിയിലും നമുക്ക് നമ്മുടേതായ വ്യത്യസ്തതകൾ നമുക്ക് ഉള്ളവരാണ്. പക്ഷെ നമ്മൾ ഒരു സംഗീത ഉപകരണത്തിലെ വിവിധ തന്ത്രികൾ പോലെ നമ്മൾ വേറിട്ട് നിൽക്കുമ്പോഴും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊരു സംഗീതം പൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പുനർനവയുടെ ഒരു കുടക്കീഴിൽ ഈ ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ലാതെ, വേർതിരിവുകളില്ലാതെ, വലിപ്പച്ചെറുപ്പം ഇല്ലാതെ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. പുനർനവയുടെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാനെപ്പോഴും കാണുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ ആഡംബരങ്ങളില്ല, ഇവിടെ ബഹളമില്ല, ആരവങ്ങളില്ല, പബ്ലിസിറ്റി ഇല്ല, പണം സ്വരൂപിക്കുന്ന പരിപാടിയില്ല. പക്ഷേ നമുക്ക് സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്, സന്തോഷവും സംതൃപ്തിയുമുണ്ട്, കരുണയും കരുതലുമുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പുനർനവയുടെ ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഈ കൂട്ടായ്മയിലെ തുടക്കത്തിലുള്ള ആളെന്ന നിലയിൽ നമുക്കിതിനകത്ത് യോഗ പരിശീലനം നമുക്ക് നമ്മുടെ തന്നെ കൂടെയുള്ള ഏതാനും പ്രഗത്ഭരായ അധ്യാപകർ അവരുടെ സൗകര്യം അനുസരിച്ചും എല്ലാവരുടെയും സൗകര്യം അനുസരിച്ചും അത് കൃത്യമായി ഫിക്സ് ചെയ്തു പോവുകയാണ്. നാലേജ് നോക്കിയാൽ ഈ 3.5 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും എത്രയോ ദിവസങ്ങൾ, സാധാരണ പല പ്രോഗ്രാമുകൾക്കും ഇടയ്ക്ക് ബ്രേക്ക് വരാറുണ്ട്. പക്ഷെ നമ്മൾ ഈ 3.5 വർഷമായിട്ട് ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ കൃത്യമായി പലരും കൃത്യമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ യോഗ പരിശീലനം നടത്തിക്കൊണ്ടുപോയി. നമ്മൾ ഈ 3.5 വർഷത്തിനുള്ളിൽ 10 പ്രാവശ്യം ഗെറ്റ് ടുഗദേഴ്സ് നടത്തി. അത് ഗെറ്റ് ടുഗദേഴ്സ് ഒരു സ്ഥലത്തല്ല നടത്തുന്നത്. കേരളത്തിലെ സദേൺ പാർട്ട് മുതൽ നോർത്തേൺ പാർട്ട് വരെയുള്ള അല്ലെങ്കിൽ നോർത്തേൺ സൈഡ് വരെയുള്ള പല ജില്ലകളിലായിട്ട് നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ നടത്തി. അതിന് വലിയ പാർട്ടിസിപ്പേഷനും അതിൽ വലിയ സന്തോഷവും എല്ലാവരും കണ്ടെത്താനും അത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പുനർനവയിലുള്ള ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ആൾക്കാരുടെ തമ്മിലുള്ള ഇഴയെടുപ്പം, ജേക്കബ് സാർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അപ്പം ഞാനത് കടമെടുത്തുകൊണ്ട് ഉപയോഗിക്കുകയാണ്. ഇഴയെടുപ്പം എപ്പോഴും കൂടുതൽ ബലപ്പെടുത്താനായിട്ട്, ആ ഇഴയെടുപ്പം കുറെ കൂടെ അടുപ്പിക്കാനായിട്ട്, അകൽച്ച കുറെ കൂടെ കുറച്ചുകൊണ്ടുവരാനായിട്ട് നമ്മുടെ ഈ ഒരു ഇടപെടൽ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ ഇന്നത്തെ ഈ പുതിയ പ്രോഗ്രാമിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ ഇതിനെപ്പറ്റി ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 1 വർഷം മുമ്പാണ് ജോഷി സാറിന്റെ നേതൃത്വത്തിൽ സുഹൃത്തിനെ കേൾക്കാം എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വർഷത്തിലെ അവസാനത്തെ എല്ലാ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച ആണ് ആ പ്രോഗ്രാം. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വളരെ കൃത്യമായിട്ട് 1 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് വലിയ പാർട്ടിസിപ്പേഷനോട് കൂടി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ളൊരു വലിയ പ്രചോദനം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിനെ പറ്റി ഇപ്പോൾ ജേക്കബ് സാറ് മുന്നോട്ട് വെച്ച, ജേക്കബ് സാർ മോണിറ്റർ ചെയ്യുന്ന, ജേക്കബ് സാർ കൺട്രോൾ ചെയ്യുന്ന, ജേക്കബ് സാറിൻ്റെ മുന്നോട്ട് വെച്ച ആശയം തന്നെ അത് നമ്മുടെ ഗ്രൂപ്പിലെല്ലാവരും അംഗീകരിക്കുകയും അതിനെ ഏറ്റവും ഹൃദ്യമായി എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതിനെ പറ്റി ചെറിയ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം അതിനൊരു പ്രോപ്പറായിട്ടൊരു കോർഡിനേഷൻ, ഒരു ചിട്ടയോടുകൂടി നമ്മുടെ കലാപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാം. കലാപരിപാടികൾ എന്ന് പറയുന്നത് നമ്മുടെ സൗഹൃദം ഊട്ടി ഉറപ്പിക്കാനായിട്ട് അത് ആവശ്യമാണ്. കല എന്ന് പറയുന്നത് ഒരു മീഡിയൻ ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. നമ്മൾ പറയുന്ന പോലെ ഈ നമ്മളെ ഒരു ബിൽഡിങ് പണിയുമ്പോൾ ഈ നമ്മൾ അതിനകത്ത് ബ്രിക്സ് നമ്മൾ വെക്കുമ്പോൾ, ഇഷ്ടികകൾ വെക്കുമ്പോൾ അതിനിടയിൽ സിമെന്റ് ഇട്ട് അതിനെ ഉറപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കല നമ്മൾ തമ്മിലുള്ള അകൽച്ചകൾ ഉണ്ടെങ്കിൽ അതിനെ അടുപ്പിച്ച് ഒരുമിച്ച് ചേർത്ത് വെക്കുന്നു.
അതുവഴി നമുക്കൊരു ആത്മസംതൃപ്തി, അതാണ് ഇപ്പൊ ജേക്കബ് സാറിന്റെ ഇന്നത്തെ ക്യാച്ച് വേർഡ് തന്നെ അതാണ്. പീസ്, ജോയ് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്നാണ് അദ്ദേഹം ഇന്നത്തെ നമ്മുടെ പോസ്റ്ററിനകത്ത് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സമാധാനം, സംതൃപ്തിയും സന്തോഷവും ഒക്കെ, ആത്മസംതൃപ്തിയും ഒക്കെ തരുന്ന ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ചരിയുന്നോ അല്ല ഉറക്കമൊന്നും തോന്നുന്നു. ഇടയ്ക്ക് സംസാരിക്കുന്നവരൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ സന്തോഷവും സൗഹൃദവും ആത്മസംതൃപ്തിയും ഒക്കെ തരാനായിട്ട് കലയുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, നമ്മളെ ചിട്ടയായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സാന്ദ്രലയം എന്ന പ്രോഗ്രാം. അതിന് മുൻകൈ എടുക്കുന്ന, അതിന് മോണിറ്റർ ചെയ്യുന്ന, ആ ആശയം അവതരിപ്പിച്ച ജേക്കബ് സാറിനോട് ആദ്യം തന്നെ നമ്മുടെ പുനർനവയുടെ വലിയ കടപ്പാടും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ഒരു വർഷമായിട്ട് നടത്തി വരുന്ന സുഹൃത്തിനെ കേൾക്കാവുന്ന പരിപാടി ഏറ്റവും നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുകയും അതിനെ ആൾക്കാരെ ഗൈഡ് ചെയ്യുകയും അതുവഴി നമ്മളിൽ ഓരോരുത്തരെയും കൃത്യമായി വിശദമായി പരിചയപ്പെടാൻ അവസരം തരികയും ഒക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്ന ജോഷി സാറിനോടും അദ്ദേഹത്തിന് എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നും ഇതെല്ലാം വളരെ കൃത്യമായി നടത്തുന്ന ജോഷി സാറിനോട് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു രീതിയിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിൽ ആർക്കെങ്കിലും അസൗകര്യം ഉണ്ടാകുമ്പോൾ മറ്റേയാൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വളരെ കൃത്യമായിട്ട് അത് ടേക്ക് ഓവർ ചെയ്യുകയും ഒരിക്കൽ പോലും നമ്മുടെ യോഗയുടെ ആ ഒരു സ്ട്രീം മുറിഞ്ഞു പോവാതെ അതിനെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അധ്യാപകരോടും എനിക്ക് ഇക്കാര്യത്തിൽ വളരെ നന്ദിയും ആദരവും ഞാൻ അർപ്പിക്കുകയാണ്. ഈ പുനർനവ നമ്മൾ ഉണ്ടായതിനു ശേഷം, വന്നതിന് ശേഷം നമ്മളിൽ പലരും ഈ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നിട്ടുണ്ട്. ക്ലാസ്സുകൾ എടുക്കാനെന്ന് പറയുമ്പോഴത്തേക്ക് അതിനു മുമ്പ് യോഗ പരിശീലിച്ചിട്ടുണ്ടെങ്കിലും, യോഗ പഠിച്ചിട്ടുണ്ടെങ്കിലും, യോഗയുടെ ടെസ്റ്റുകൾ, പരീക്ഷകൾ പാസ്സായിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരു ഗ്രൂപ്പിനെ ക്ലാസ് എടുക്കാനുള്ളൊരു അവസരം കിട്ടാത്തവരായിരുന്നു പലരും. പക്ഷെ അവരൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുകയും അതിന് വേണ്ട കറക്ഷൻസ് വരുത്തുകയും അതിനെ ഏറ്റവും കുറ്റമറ്റതാക്കുകയും ചെയ്യുന്ന ഒരു അങ്ങനെ നമുക്ക് ധാരാളം അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ട്. ഇനിയും 1-2 പേര് അതിലേക്ക് മുന്നോട്ട് വരാനായിട്ട് ഓൾറെഡി നമ്മുടെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമുക്ക് അടുത്ത ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും രീതിയിൽ ആരോഗ്യപരമായിട്ട്, മാനസികമായിട്ട്, സാമ്പത്തികമായിട്ട് ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സപ്പോർട്ട് ആവശ്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാനും ജീവിതത്തിൽ മായാത്ത പുഞ്ചിരി ഉണ്ടാക്കി കൊടുക്കാനും കൂടെ നമുക്ക് സാധിക്കും എന്ന് ഞാൻ ഈ കാര്യത്തിൽ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇതിന്റെ മുൻകൈ എടുക്കുന്ന ഇന്നത്തെ സാന്ദ്രലയം പ്രോഗ്രാമിന് മുൻകൈ എടുക്കുന്ന ജേക്കബ് സാറിനൊക്കെ നന്ദി പറയുന്നു. അല്ലെങ്കിൽ ജേക്കബ് സാറിന്റെ ഈ ഇനിഷ്യേറ്റീവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പേര് സജസ്റ്റ് ചെയ്തത് ശരിക്കും 52-53 പേരുകളിൽ നിന്നാണ് സാന്ദ്രലയം എന്നുള്ള പേര് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് സജസ്റ്റ് ചെയ്തത് ജയശ്രീയാണ്. ജയശ്രീ ഇപ്പോൾ ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ആ പേര് സജസ്റ്റ് ചെയ്ത ജയശ്രീയെ ഞാൻ ഈ വേദിയിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സാന്ദ്രലയം പ്രോഗ്രാം എന്നുള്ള പ്രോഗ്രാം നമ്മുടെ കൂട്ടായ്മയുടെ, നമ്മുടെ സൗഹൃദത്തിൻ്റെ, കലയുടെ പ്ലാറ്റ്ഫോം, നമ്മുടെ പീസിൻ്റെ, നമ്മുടെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സംതൃപ്തിയുടെ, ആത്മസംതൃപ്തിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെല്ലാവരെയും കൈപിടിച്ചുയർത്തുന്ന ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സതീഷ്. നല്ലൊരു പ്രസംഗം. ഈ പ്രോഗ്രാമിയുടെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം വന്നവർക്ക്, അവസാനം വന്നവർക്കെല്ലാം മനസ്സിലായി കാണും നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന്. നമ്മുടെ ആ ഒരു കൂട്ടായ്മ ഇവിടെ നമ്മളിപ്പോ കൂടിയിരിക്കുന്നത് കലയുടെ നിറങ്ങൾ, ഹൃദയത്തിന്റെ ഭാഷയാണ് കല.
ആ കലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട മിസ്റ്റർ ബ്രെയിൻ എന്ന് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ജോഷി സാർ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല എന്താ പറയാ ഊർജ്ജസ്വരനാണ്. ശാരീരികമായ അസ്വസ്ഥത ഉള്ളവരും സാർ മനസ്സുകൊണ്ടും ബ്രെയിൻ കൊണ്ടും ഊർജ്ജമാണ്. ആ ഊർജ്ജമാണ് ഞങ്ങളുടെ ശക്തി എന്ന് സാർ അറിയുക. അപ്പൊ സാറിനെ ഞാൻ കീനോട്ട് നമ്മുടെ ഒരു മുഖ്യ പ്രഭാഷണം ആയിട്ട് നമ്മൾ കീനോട്ട് സ്പീച്ചിന് വേണ്ടി മുഖ്യ പ്രഭാഷകനായിട്ട് ഞങ്ങളെ ഏറ്റെടുത്ത് സാറിനെ സാദരം ക്ഷണിക്കുകയാണ്. ഓക്കെ, ചെറിയ നെറ്റ് പ്രോബ്ലം ഉണ്ട്. എനിക്ക് 10 മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. കേൾക്കാം സാർ, കുഴപ്പമില്ല. പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷനും കോർഡിനേറ്ററുമായ ജേക്കബ് സാർ, ഈ പരിപാടി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാന്യനായ കൂടാരപ്പള്ളിൽ പ്രദീപ് സാർ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പുനർനവ കുടുംബത്തിൽ ഇന്ന് ഒരു കുട്ടി കൂടി ജനിച്ചിരിക്കുന്നു. ഏതൊരു കുടുംബത്തിലേക്കും പുതിയൊരു കുട്ടി ജനിക്കുന്നത് കുടുംബത്തിലുള്ള ആർക്കാണ് സന്തോഷം നൽകാത്തത്? അതെ, നമുക്കെല്ലാം വലിയ സന്തോഷത്തിന്റെ സുദിനം. ഹാപ്പി ബർത്ത്ഡേ സാന്ദ്രലയം. ഈ കുട്ടിയുടെ കാരണഭൂതനും വളർത്തച്ഛനുമായ ഏവർക്കും പ്രിയപ്പെട്ട കൊച്ചുവീട്ടിൽ ജേക്കബ് സാറിന് അഭിനന്ദനങ്ങൾ. കുട്ടിയെ നന്നായി വളർത്താൻ അങ്ങേക്ക് സാധിക്കട്ടെ. നമ്മുടെ യോഗയുടെ ഗ്രൂപ്പിൽ സാന്ദ്രലയം എന്ന കുട്ടിയുടെ പ്രസക്തി എന്താണ്? യോഗയുടെ ഒരു നിർവചനം യുജ്യതേനേനിധി യോഗ എന്നാണ്. അതായത് യോഗ എന്നാൽ ഒന്നിക്കുന്നത് എന്നാണ്. അത് നമ്മുടെ അസ്തിത്വത്തിന്റെ, അതായത് ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീയ വശങ്ങളെ ഒന്നിപ്പിക്കുന്നു. യോഗ നമ്മുടെ വ്യക്തിഗത ബോധത്തെ സാർവത്രിക ബോധവുമായി ഒന്നിപ്പിക്കുന്നു. യോഗ എല്ലാവരിലും വസിക്കുന്ന പ്രകാശം ഒരേ ഉറവിടത്തിൽ നിന്ന് വരുന്നതായി അനുഭവിക്കാൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ യോഗയും സാംസ്കാരിക പ്രവർത്തനങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. യോഗ എന്നത് കേവലം ശാരീരിക വ്യായാമം മാത്രമല്ല, അത് ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു ചിട്ടയായ പരിശീലനമാണ്. ഇത് ഇന്ത്യൻ സംസ്കാരത്തിന്റെയും തത്വചിന്തയുടെയും ഒരു ഭാഗമാണ്. യോഗ ഒരു മൃദുശക്തിയായി ഉപയോഗിക്കപ്പെടുന്നു. ഇത് ഇന്ത്യയെ ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളുമായി സാംസ്കാരികവും നയതന്ത്രപരവുമായ ബന്ധം സ്ഥാപിക്കുവാൻ സഹായിക്കുന്നു. ടൂറിസം വർദ്ധിപ്പിക്കാനും പരസ്പര ധാരണ പ്രോത്സാഹിപ്പിക്കാനും പ്രയോജനപ്പെടുന്നു. യോഗയ്ക്കൊപ്പം കല, സംഗീതം, നൃത്തം, മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവയും പരിഗണിക്കപ്പെടുന്നു. ആധുനിക ശില്പകലയുടെ ഉപജ്ഞാതാവായ ഫ്രഞ്ച് ശില്പകാരൻ അഗസ്റ്റേ റോഡിൻ പറയുന്നു, കല എന്നത് ധ്യാനമാണ്. പ്രകൃതിയെ അന്വേഷിക്കുകയും പ്രകൃതി സ്വയം ജീവസുറ്റതാക്കുന്ന ആത്മാവിനെ ദിവ്യമാക്കുകയും ചെയ്യുന്ന മനസ്സിന്റെ ആനന്ദമാണത്. സാഹിത്യം എന്നത് കവിത, ഗദ്യം, നാടകം, നോവൽ തുടങ്ങിയ എഴുത്തുരൂപങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വിജ്ഞാന ശാഖയാണ്. ഇത് ലാറ്റിൻ പദമായ ലിറ്ററ, അക്ഷരം എന്നതിൽ നിന്ന് ഉടലെടുത്തതാണ്. സാഹിത്യം എന്നത് ലളിതമായി പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്തകളും ഭാവനകളും വാക്കുകളിലൂടെ ആകർഷകമായി അവതരിപ്പിക്കുന്ന കലാരൂപമാണ്. ഇത് സാമൂഹികവും
മാനസികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. കലയും സാഹിത്യവും സംസ്കാരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വിശേഷിച്ച് അത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. സമൂഹത്തിന്റെ വിശ്വാസങ്ങളും മൂല്യങ്ങളും പാരമ്പര്യങ്ങളും കലകളിലൂടെയാണ് പ്രകടമാകുന്നത്. കല സംസ്കാരത്തിന്റെ ഭാഗമായതിനാൽ ഒരു ജനതയെ തിരിച്ചറിയുക, അവരുടെ ചരിത്രം, ലോകത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്നിവയെക്കുറിച്ച് എല്ലാം സംസാരിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നു. കലയും സാഹിത്യവും സംസ്കാരവും സാമൂഹിക ബന്ധങ്ങളെ രൂപപ്പെടുത്തുകയും മനുഷ്യരാശിയുടെ പൈതൃകത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് കലയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം ഇനി പറയുന്ന വിധത്തിലാണ്. ഒന്ന്, പരസ്പര ആശ്രിതത്വം. അതായത് കല സംസ്കാരത്തിന്റെ ഭാഗമാണ്, എന്നാൽ സംസ്കാരമില്ലാതെ കലയ്ക്ക് രൂപമുണ്ടാകില്ല. കല ഒരു സമൂഹത്തിന്റെ ചിന്തകളെയും മൂല്യങ്ങളെയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ട്, പ്രകടന രൂപം. കലകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഓരോ സമൂഹത്തിന്റെയും വ്യത്യസ്തതയെയും ഐക്യത്തെയും പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു. വൈവിധ്യം. ഓരോ സ്ഥലത്തെയും സംസ്കാരം വ്യത്യസ്തമായതിനാൽ കലയുടെ രൂപങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതൊരു ദേശത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ കൂടുതൽ വ്യക്തമാക്കുന്നു. നിരവധി വ്യത്യസ്തതകളാൽ മഹത്വം ഉൾക്കൊള്ളുന്ന കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള വളരെ പ്രൗഢമായ ഒരു ക്രീം കമ്മ്യൂണിറ്റിയായ പുനർനവ അംഗങ്ങൾക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ കൂടുതൽ ഇഴയടുപ്പം വർദ്ധിപ്പിക്കാം. വിൽഹെൽ കോൺറാഡ് റോഡ്ജൻ. ഈ പേര് കേട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് പിടികിട്ടി കാണില്ല. എന്നാൽ എക്സ്റേ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സ്റേ കണ്ടുപിടിച്ച ആളിന്റെ പേരാണത്. അദ്ദേഹം അത് കണ്ടുപിടിച്ചതിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. അതുപോലെ തന്നെ സുഹൃത്തിനെ കേൾക്കാം എന്ന കുട്ടി പിറന്നതിന്റെ 1-ാം വാർഷിക മാസവുമാണ് നവംബറിലെ ഈ ദിവസം. ചരിത്രത്താളിൽ മറ്റൊന്നുകൂടി കുറിക്കുന്നു. ബാഹ്യ സമ്മർദ്ദം കൂടാതെ എല്ലാവരും ഈ കലാ സാംസ്കാരിക പരിപാടികളോട് നന്നായി ഉൾച്ചേർന്ന് സഹകരിച്ചാൽ ആർക്കും ക്ലേശവുമില്ല, ഗ്രൂപ്പിന്റെ ശ്രേയസ് വർദ്ധിക്കുകയും ചെയ്യും. മനസ്സിനും ശരീരത്തിനും യോഗയോടൊപ്പം സാന്ദ്രലയം കുട്ടി അന്തസ്സായി വളരുകയും ചെയ്യും. ആവശ്യത്തിന്റെ സമ്മർദ്ദം ഏറി വരികയും പുനർനവയ്ക്ക് വളർത്താനുള്ള ശേഷിയുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ പുനർനവ ഇനിയും പുഷ്പിണിയാകട്ടെ. മഹാകവി ഉള്ളൂരിന്റെ 4 വരി കൂടി പാടി ഞാൻ നിർത്താം. ആ പാട്ടിന്റെ ബാക്കി ഭാഗം പാടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വിടുന്നു. ഒപ്പം ഡയസിലും വേദിയിലും ഇരിക്കുന്ന എല്ലാ സുമനസ്സുകളോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. നന്ദി, നമസ്കാരം. ജോഷി സാറേ, നല്ല ഒരു പ്രഭാഷണം, വളരെ നന്നായിരുന്നു. നവംബറിലെ നേട്ടങ്ങളാണ് ഇപ്പൊ നമുക്കല്ലേ. നവംബറിലെ നഷ്ടമൊക്കെ മാറി, പണ്ടായിരുന്നു. ഇപ്പൊ നവംബർ നേട്ടങ്ങളായി, 2 ബർത്ത്ഡേ ആയി നവംബറിൽ അല്ലേ. അപ്പൊ അത് സന്തോഷകരമായ ഒരു അവസരമാണ്. എന്തായാലും സാറിന്റെ ഒരു പ്രേമം, ഒരൊറ്റ മതം ഉലകിന്നുയരാം പ്രേമം അതൊന്നല്ലോ. നമുക്ക് സ്നേഹം, പ്രേമമാണ് എല്ലാം. രാഗം, സ്നേഹം, നമുക്കത് മാത്രം മതി. സ്പർദ്ധ വേണ്ട, വഴക്ക് വേണ്ട, രാഗം മാത്രം മതി, സ്നേഹം മാത്രം മതി. അപ്പൊ നമ്മള് ഏകദേശം ഇനി ആശംസകൾ അർപ്പിക്കുന്നവരിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഇൻസ്ട്രക്ടർ, ഒരു സന്നിഗ്ധ ഘട്ടത്തില് നമ്മുടെ ഒരു
ഒരു ദൂതനെ, ഒരു മലാഖയെ പോലെ വന്ന് നമുക്ക് യോഗ പഠിപ്പിക്കാനായിട്ട്, നമുക്ക് യോഗ ആചാര്യന്മാരുടെ കുറവ് നേരിട്ട സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അമ്പു വഴി വന്ന സാറാണ് സുരേഷ് സാറ്. സാറ് യോഗയോടൊപ്പം തന്നെ തുള്ളി പോലെ റെസ്റ്റ് എടുക്കാതെ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. എന്നാലും സമയം കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി യോഗ ക്ലാസ് എടുക്കുന്നു. പ്രിയപ്പെട്ട സുരേഷ്, സുരേഷ് സാർ എന്റെ നാട്ടുകാരനും കൂടിയാണ്, ഞങ്ങളുടെ വീടിന്റെ അടുത്തും കൂടിയാണ്. പ്രിയപ്പെട്ട സുരേഷ് സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ആശംസ പ്രസംഗത്തിനായിട്ട്. സാർ ഉണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ ഓക്കെ സാർ. മ്യൂട്ടാണ്. കേക്കാം. ഇപ്പോ നമ്മുടെ ഈ പുനർനവ കുടുംബത്തിലെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എൻ്റെ ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ജേക്കബ് സാറാണ്. ആദ്യമായിട്ട് ജേക്കബ് സാറ് ഈ നമ്മുടെ 2 പ്രോഗ്രാമാണ്. ശരിക്കും ഞാനിത് ഈ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇത് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. എനിക്കിപ്പോഴാണ് ഒരു തോന്നൽ വരുന്നത്, നമ്മളെ ഈ സുഹൃത്തിനെ കേൾക്കാം എന്നുള്ള പ്രോഗ്രാം ഒന്നാമത്തെ കുട്ടിയായിട്ട് പറയുന്നു, രണ്ടാമത്തെ കുട്ടിയായിട്ട് സാന്ദ്രലയം എന്നുള്ള കുട്ടിയെ പറയുന്നു. അപ്പൊ ഞാൻ എന്താണെങ്കിലും ഈ പ്രോഗ്രാമില് രണ്ടാമത്തെ കുട്ടി പിറന്ന അവസരത്തിലാണ് ഇതിന്റെ ശരിക്കും ഗുട്ടൻസ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇതില് നമ്മള് സുഹൃത്തിനെ കേൾക്കാം എന്ന പ്രോഗ്രാമിൽ അടുത്ത ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് എനിക്ക് ഒരു അവസരം വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ വളരെ തിരക്കുള്ള ആളാണ്. അപ്പൊ മുൻകൂട്ടി അറിഞ്ഞാൽ എനിക്ക് അത് പ്ലാൻ ചെയ്ത് വരാൻ സാധിക്കും. അപ്പൊ ഇന്ന് തന്നെ ഇത് ഞാൻ പറഞ്ഞപ്പോഴേ മറ്റേ ഞാനിപ്പോ ഷോപ്പിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഏതായാലും ഷോപ്പിന്റെ സമയം കഴിഞ്ഞ് 8:30 വരെയുള്ള ഷോപ്പിന്റെ സമയം. അപ്പോ ഒരു മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ വളരെ അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ ഈ കൂട്ടായ്മ വളർന്നു വരട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജോഷി സാറും അതുപോലെ നമ്മുടെ പ്രദീപ് സാറും ഒക്കെ പറഞ്ഞ പോലെ നല്ലൊരു കൂട്ടായ്മയായിട്ടാണ് ഇത് വളർന്നു വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ ഗ്രൂപ്പില് പങ്കെടുത്ത് ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയത് മുതൽ എന്നിൽ തന്നെ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോ നല്ലൊരു ഗ്രൂപ്പായിട്ട് ഞാൻ ഇത് കാണുന്നു. തുടർന്നും ഇത് നല്ലൊരു പ്രസ്ഥാനമായിട്ട് വളരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഗീതാജി ബ്യൂട്ട്. താങ്ക് യു സുരേഷ് സാർ. നമ്മുടെ 70കളിൽ 30 ചെറുപ്പം സൂക്ഷിക്കുന്ന നമ്മുടെ സുന്ദരിയും സുശീലയുമായ നമ്മുടെ പ്രിയപ്പെട്ട ഫിലോമിനാജിയെ ആശംസ ക്ഷണിച്ചുകൊള്ളുകയാണ്. പ്രിയപ്പെട്ട ഫിലോമിനാജി, പ്ലീസ്. താങ്ക് യു ഗീതാജി. പുനർനവ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും സാന്ദ്രലയത്തിലേക്ക് സ്വാഗതം. ഇതിന്റെ ഭാരവാഹിയായ ജേക്കബ് സാറിനും സഹധർമ്മിണി റോസ് ജിക്കും സ്വാഗതവും അതിനോടൊപ്പം നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിലെ ഈ പേരിന് വേണ്ടി തന്നെ ജേക്കബ് സാറ്
പല വ്യക്തികളോടും അല്ല നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞ് ഏകദേശം 60 എന്നാ എൻ്റെ വിചാരം. 58 ആദ്യമേ കണ്ടത്. അത് കഴിഞ്ഞ് രണ്ടുപേര് ഇതിന് ഈ നിർണയം ചെയ്യാനും വേണ്ടി കൊടുത്ത നേരത്ത് 2 കൂടി വന്നെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സഹകരിച്ച് അങ്ങനെ നല്ല ഒരു പേരിലേക്ക് എത്തിച്ചേരാനും സാധിച്ചു. അത് ജയശ്രീയാണ് അതിൻ്റെ വിന്നർ. അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ ജയശ്രീക്കും നൽകുന്നു. അതുകൊണ്ട് മറ്റാരും പിന്നോക്കമായി പോയെന്നല്ല, എല്ലാവരും സഹകരിച്ചുകൊണ്ട് സഹകരിച്ച എല്ലാവർക്കും അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ജോഷി സാർ പറഞ്ഞ പോലെ നമ്മുടെ രണ്ടാമത്തെ കുട്ടിയെയും നമ്മൾ നല്ല പോലെ താലോലിച്ച് എല്ലാവരും സഹകരിച്ച് എടുത്തും പിടിച്ചും ഒക്കെ വന്നെങ്കിലേ ഇത് നമുക്ക് മുമ്പോട്ട് നമ്മുടെ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുവാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഞാൻ യോഗയിൽ കയറി ഈ യോഗ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞിട്ട് എന്തൊരു സന്തോഷമാണ് മനസ്സിനെന്നറിയാമോ. നിങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് യോഗ കയറാൻ മേലെങ്കിലും അവസാന വേലം വന്ന് എല്ലാവരെയും ഒന്ന് കാണാൻ കയറും. അതുപോലെ തന്നെ ഹമിതാജി ഇപ്പം സിക്കായിട്ട് കുറച്ച് ദിവസങ്ങളായി ഹമിതാജിയെ റിയലി മിസ് ചെയ്യുന്നു. ഞാൻ പലരെയും വിളിക്കാറുമുണ്ട്, അവരെ കണ്ടില്ലെങ്കിൽ അല്ലെ ഒരു മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന്. സിന്ധു വിജയനെ കഴിഞ്ഞ 2 ദിവസങ്ങൾ കണ്ടില്ല എന്നുള്ളതും ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഉദ്ദേശം എന്താണ്? കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പം ഇതിനെ ഇമ്പമുള്ളതാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്തും വേണ്ട നമുക്ക് ചിരിക്കാവോ അത്രയും നമ്മുടെ മനസ്സിന് നല്ലതാണ്. കാരണം നമ്മുടെ ചിരിക്കാനുള്ളതാണ് നമുക്ക് കിട്ടിയ ജീവിതം, അല്ലാതെ കരയാനുള്ളതല്ല. ബിന്ദു വിജയുടെ കഴിഞ്ഞ സുഹൃത്തിനെ കേൾക്കാനുള്ളത് ജീവിതം ജീവിച്ചു തീർക്കുക. അത് കരഞ്ഞല്ല തീർക്കേണ്ട, ചിരിച്ചുകൊണ്ട് ജീവിച്ചു തീർക്കുക. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നമുക്ക് കഴിവും ബലവും നമ്മുടെ കൂടെ നല്ല കൂട്ടുകാരും നല്ല ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഇന്ന് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ഹരിജിയുടെ ഫാദർ മരിച്ചപ്പം അവിടെ എത്ര പേര് കൂടി, കഴിവുള്ളവരൊക്കെയും പോയി അവിടെ ചെന്ന് അനുശോചനം അറിയിക്കാൻ ചെന്നെന്നുള്ളത് ഒരു പ്രത്യേക സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് എൻ്റെ മനസ്സിന്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നു എല്ലാവരുടെയും മനസ്സിന്. അതുപോലെ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോഴുള്ള ആ സന്തോഷം, ഞാനത് വയനാട്ടിലും നമ്മൾ പുളിങ്കുന്നിലും ഒക്കെ കൂടെ ഇപ്പോഴും അത് ചെറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓരോ ദിവസവും അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും എനിക്ക് എത്ര കൂട്ടുകാരുണ്ടെന്ന് എണ്ണി ഞാൻ വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതിലേക്ക് എല്ലാവരും പങ്കെടുത്ത് ഇതിനെ എത്രയും വിജയിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് ചെറുപ്പകാലത്തിൽ ഞാൻ എന്തോ കുരുത്തക്കേടല്ല, ഏതാണ്ട് ബഫൂൺ തരം കാണിച്ച് എൻ്റെ അമ്മയെ അപ്പനെയും എൻ്റെ സഹോദരങ്ങളെയും വല്ലാതെ ചിരിപ്പിച്ചതും അവർ പൊട്ടിച്ചിരിച്ചതും ഒക്കെ ഞാൻ ഓർക്കുന്നു. അന്നേരം എൻ്റെ അമ്മച്ചി പറഞ്ഞ് ചിരിച്ച് മടുത്ത് ഇതിൻ്റെ ബഫൂൺ തരം കണ്ടിട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്നാ ബഫൂൺ തരം കാണിച്ചാലും അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അതുപോലെ പ്രദീപ്ജി പറഞ്ഞ് ഓരോരുത്തരും ഈ പ്രദീപ്ജിക്കും ഞാൻ ഏറ്റവും എടുത്ത് പറയാൻ വിചാരിക്കുന്നത്, ഈവൻ യോഗ ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ് നമ്മുടെ ജോഷി സാറ്. ആ ജോഷി സാറ് പോലും രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മളോടുകൂടെ കൂടുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ യോഗയിൽ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം. അദ്ദേഹം തരുന്ന ആ അഡ്മിറേഷൻ എല്ലാവരും ഒന്ന് ചിന്തിച്ച് രാവിലെ എഴുന്നേക്കാനും നമ്മുടെ കൂടെ കൂടാനും, അത് നിങ്ങളെ തന്നെ ഗുണപ്പെടുത്തുന്നതാണ്, എന്നെയല്ല ഗുണപ്പെടുത്തുന്നത്, നിങ്ങളെ തന്നെ ഗുണപ്പെടുത്തുന്ന കാര്യവുമാണ്. അതുകൊണ്ട് എന്നെയും ഗുണപ്പെടുത്തുന്ന കാരണം നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കും.
അദ്ദേഹത്തോട് ഉള്ള ആ അഡ്മിറേഷനെല്ലാം കണ്ട് നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് യോഗ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ അഡ്മിനായ പ്രദീപ് സാറിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും ഞാൻ വളരെയധികം നന്ദിയോടും സ്നേഹത്തോടും സ്മരിക്കുന്ന ഈ നേരത്ത്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മുടെ സുരേഷ് സാറും നമ്മുടെ ഹരിജിയും നമ്മുടെ രമ്യാജിയും പുതുതായി വന്ന നമ്മുടെ പുഷ്പജിയെയും ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവരും വില്ലിങ് ആയിട്ട്, എസ്പെഷ്യലി ഹരിജി ആരില്ലെങ്കിലും എടുക്കാൻ വളരെ തയ്യാറായിട്ടുള്ളൊരു ആളാണ്. അതുപോലെ തന്നെ രമ്യാജിയും ചോദിക്കുമ്പോഴെല്ലാം ചെയ്യുന്നുണ്ട്. ഇവരെ എല്ലാം നമുക്ക് പ്രത്യേകം ഓർത്ത് നന്ദി പറയാം. എല്ലാവർക്കും നന്ദിയും ആശംസയും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. ഞാൻ വലിയൊരു പ്രാസംഗികയല്ല, അതുകൊണ്ട് ശരിയായിട്ടൊന്നും പറയുവാൻ എനിക്കുള്ള കഴിവുമില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇതിൽ എന്തെങ്കിലും തെറ്റ് അപാകതകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. താങ്ക് യു. താങ്ക് യു പ്രിയങ്കരാജി. അടുത്തത് നമ്മുടെ ഹരിഭയ്യ എന്ന് ഞാൻ വിളിക്കുന്ന ഹരിജിയാണ്. ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ വന്ന് യോഗ പഠിച്ച് ഇൻസ്ട്രക്ടറായി നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഹരിഭയ്യെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് സമയത്തിന്റെ കുറവുണ്ട്, 2-3 മിനിറ്റ് കൊണ്ട് സംസാരിക്കാൻ വലിയ ഉപകാരമായിരുന്നു. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഹരിഭയ്യെ സ്നേഹ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഗീത ടീച്ചർ. പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങളെ, നമ്മുടെ പുനർനവ ഗ്രൂപ്പിൽ പ്രദീപ്ജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ ഗ്രൂപ്പിൽ റോസി ടീച്ചറുടെ സപ്പോർട്ടോടുകൂടി ജേക്കബ് സാർ തുടങ്ങി വെച്ച 2ാമത്തെ പ്രോഗ്രാം വളരെ നന്ദിയായി, വളരെ ഭംഗിയായി തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതൊരു നല്ലൊരു സത്സംഗമായിട്ട് ഞാൻ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഈ കൂട്ടായ്മയിലെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതും അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതും ഒരു ഈശ്വരാനുഗ്രഹമായി കരുതുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എന്നെ കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടുകളും നൽകുന്നു. താങ്ക് യു. താങ്ക് യു ഹരിഭയ്യ. അടുത്തത് നമ്മളുടെ പ്രിയങ്കരിയായ ഇൻസ്ട്രക്ടർ രമ്യാജിയാണ്. രമ്യാജി ഉണ്ടല്ലോ അല്ലെ? വളരെ അനായാസേന യോഗ നമ്മളെ പഠിപ്പിക്കുകയും വളരെ എന്താ പറയാ, ഒരു മനസ്സിനെ ഒരു ബലപ്പെടുത്തിക്കൊണ്ട് ശരീരത്തെ എന്താ പറയാ കളരിയും അതും ഇതൊക്കെ പഠിച്ച് നമ്മുടെ യോഗയിലെ ആ രൂപം തന്നെ മാറ്റിയെടുത്ത ഒരാളാണ്. രമ്യ ആദ്യം കാണുമ്പോൾ മുഖമല്ല, ഇപ്പൊ രൂപമല്ല, നല്ല രീതിയിൽ ശരീരം വഴങ്ങുന്ന രീതിയിൽ നിങ്ങളെ യോഗ പഠിപ്പിക്കുകയും, സത്യം പറഞ്ഞാൽ വിയർത്ത് കുളിച്ചു പോകും കേട്ടോ, വെള്ളം കുടിച്ചു പോകും. വളരെ നല്ലൊരു ശരീരം. രമ്യാജി ഇല്ലേ? ഇല്ല. അയ്യോ രമ്യാജിയുടെ വീട്ടില് ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആഘോഷമാണ്. അപ്പൊ ഒരു സമയം പറ്റുമെങ്കിലേ കയറുമെന്ന് പറഞ്ഞായിരുന്നു. അടുത്ത ആളിനെ വിളിച്ചോളൂ. അടുത്തത് ആശംസ പ്രസംഗം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മുടെ സ്നേഹസമ്പന്നനും എല്ലാവരുടെയും രവിയേട്ടൻ, എന്റെ കെട്ടിയനുമായ ശ്രീ രവീന്ദ്രനാഥ് ജിയെ ക്ഷണിച്ചു. താങ്ക് യു ടീച്ചർ. പ്രിയമുള്ള പുനർനവ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് സാന്ദ്രലയം എന്ന പുതിയ ഒരു സംരംഭം ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ, സന്തോഷകരമായ ഈ അവസരത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ അവസരം കിട്ടിയ ഞാൻ വളരെ സംതൃപ്തനാണ്. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ അവതരിപ്പിക്കുവാൻ മാത്രമല്ല, നമ്മുടെ ഒരു യൂണിറ്റിയും സ്പിരിറ്റും സംസ്കാരവും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ കൂടിയാണ്. സംസ്കാരം എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഹൃദയമിടിപ്പായിട്ട് കാണാം. നമ്മുടെ സംസ്കാരം, നമ്മുടെ കല, ഇവയെല്ലാം തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി വർത്തിക്കുകയും എല്ലാവരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മളിലുള്ള പലതരത്തിലുള്ള കഴിവുകളെ കണ്ടെത്തി നമ്മുടെ സ്കിൽസ് സങ്കോചമില്ലാതെ അവതരിപ്പിക്കുവാനും കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി ആണ് നമ്മുടെ ഈ കുടുംബ സദസ്. ഒപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അതിരുകളില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയുള്ള ഒരു വേദിയായി ഇത്
പരിണമിക്കട്ടെ. ഇന്ന് ആരംഭിക്കുന്ന ഈ സാംസ്കാരിക പരിപാടി നമ്മളെ പുതിയ അനുഭവങ്ങളിലേക്കും തീവ്രമായ സൗഹൃദങ്ങളുടെ ഊട്ടിയുറപ്പിലേക്കും നയിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിക്കായി പിന്നണിയിൽ നിന്ന് വർത്തിക്കുന്ന ഏറെ പ്രിയങ്കരനായ നമ്മുടെ ജേക്കബ് സാറിനോടുള്ള സന്തോഷം അറിയിക്കുന്നതിനോടൊപ്പം സാന്ദ്രലയം വൻ വിജയമാക്കി മാറ്റാൻ എല്ലാവരുടെയും സഹകരണം എന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിയുടെ എല്ലാ വിജയത്തിനും പ്രത്യേക ആശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ സഹകരണം എന്നും ഉണ്ടാവുമെന്ന് ഉറപ്പു തന്നുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തത് നമ്മുടെ മുദ്രയുടെ രാജാവായ അനിൽജി. പ്ലീസ് അനിൽജി. പുനർനവയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പിന്നെ സാന്ദ്രലയത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. സാന്ദ്രലയത്തിന് എല്ലാവിധ അഭിവൃദ്ധിയും നന്മകളും പുരോഗതിയും ആശംസിക്കുന്നു. ഇതിൽ എല്ലാവരുടെയും നല്ല പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. യോഗയെ പോലെ യോഗയിലും എല്ലാവരും പങ്കെടുക്കണമെന്നും ഈ പ്രോഗ്രാമിലും നമ്മുടെ ജോഷി സാറിന്റെ പ്രോഗ്രാമിനും എല്ലാവിധ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം. ഇതിന് മുൻകൈയെടുത്ത ജേക്കബ് സാറിനും റോസ്ജിക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഞാൻ ഒരു ഫിസിയോ കഴിഞ്ഞ് പുറത്താണുള്ളത്. അതുകൊണ്ട് ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഒന്ന് ഓഫാക്കാൻ വേണ്ടി കൂടി അഭ്യർത്ഥിക്കുന്നു. ഞാനിപ്പം ഡ്രൈവിംഗ് തുടങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. താങ്ക് യു അനിൽജി, താങ്ക് യു. ഞാൻ ഇടയ്ക്ക് പേര് വിട്ടുപോയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ചിരുതമ്പുരാൻ, സാമൂതിരി, സീതാരാമൻ, അങ്ങനെ മൂർത്തി ബ്രോ ഉണ്ടല്ലോ. കാണുന്നില്ല. അതാണ്. ഉണ്ടോ മുത്തുജി? ഞാനിവിടെ ഉണ്ട്. കാണുന്നില്ല, ഇതുവരെ കണ്ടില്ല. അപ്പം മൂർത്തി ബ്രോയെ നമ്മുടെ രണ്ടു വാക്ക് സംസാരിക്കാൻ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. വിനയപുരസ്സരം, സ്നേഹപുരസ്സരം. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ റോഡ് സൈഡിലാണ്, ചാലിയാർപ്പുഴയുടെ തീരത്ത് നിൽക്കുകയാണ്. പുനർനവയുടെ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും. ഇവിടെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ചാൽ ഭയങ്കര നോയ്സ് ആയിരിക്കും, പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ രണ്ട് കാര്യങ്ങളിൽ മാത്രം ഒരു ചെറിയൊരു സംഗതി മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നേരത്തെ ജോഷ് സാറ് പറഞ്ഞു, ജോഷ് സാറ് കേൾക്കുന്നുണ്ടാവോ? പിന്നെ ഈ എക്സ്റേ കണ്ടുപിടിച്ച ദിവസമാണെന്നുള്ളത്. അപ്പം ഞാൻ ആ എക്സ്റേ കണ്ടുപിടിച്ചതിന് ചേർത്തലക്കാരുടെ പ്രത്യേക ഒരു നന്ദി കൂടി പറയാണ്. അല്ലെങ്കിൽ അവിടെ ഒരു ജംഗ്ഷൻ തന്നെ ഇല്ലാതായി പോകുമായിരുന്നു. പിന്നെ അതുപോലെ ജോഷ് സാറ് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ഒരു പുതിയൊരു കുട്ടി ജനിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവില്ലേ, സന്തോഷമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത്. കംസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് തീരെ സന്തോഷം ഉണ്ടായില്ല. ഞാനും ഇതുപോലെ 8ാമത്തെ കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അമ്മാവന് തീരെ സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ. അയാളെ കൊണ്ടേ പോവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും, ജോഷ് സാറിനും മറ്റുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിന് ഇനിഷ്യേറ്റീവ് എടുത്ത ജേക്കബ് സാറിന് ഒരിക്കൽ കൂടി ഹാറ്റ്സ് ഓഫ്. താങ്ക് യു വെരി മച്ച്. അത് കലക്കി. എന്തായാലും ചിരിയുടെ തമ്പുരാൻ എന്ന് പറഞ്ഞ് വെറുതെ ആയില്ലല്ലോ, ചിരുതമ്പുരാൻ. അതുപോലെ എക്സ്റേ ജംഗ്ഷൻ ഞങ്ങൾ തൊട്ടടുത്താണ്. എക്സ്റേ ആദ്യമായിട്ട് ചേട്ടയിലെ എക്സ്റേ മെഷീൻ കൊണ്ടുവന്ന് അവിടെ ആയതുകൊണ്ടാണ് ആ പേരങ്ങനെ വന്നത്. എക്സ്റേ ഹോസ്പിറ്റൽ ജംഗ്ഷൻ, എക്സ്റേ ജംഗ്ഷൻ എന്ന് പേര് വന്നത്. അങ്ങനെ അതുകൊണ്ട് അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ മഞ്ചേരിയുടെ മണിമുത്തായ ഹുസൈൻ സാറോട് ഇരിക്കൊണ്ട്. പ്ലീസ് ഹുസൈൻ സാർ, ആശംസകൾ കേൾക്കുന്നു സ്നേഹപൂർവ്വം. മ്യൂട്ടാണ്. ഹലോ, താങ്ക് യു ടീച്ചർ. മ്യൂട്ട്. ഓക്കെ, കേൾക്കാവോ ടീച്ചർ? യെസ് യെസ് യെസ്. ഓക്കെ. എല്ലാ പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. അതുപോലെ ഇന്ന് ഇവിടെ വളരെ പ്രൗഢോജ്വലമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് നടന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജേക്കബ് സാറ്, റോസ് ടീച്ചർ, നമ്മുടെ പുനർനവയുടെ നെടുന്തൂണുകളായ പ്രദീപ് ജി, അതേപോലെ ജോഷി സാർ, രവി സാർ, മറ്റെല്ലാവർക്കും എൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ ആദരവ് അർപ്പിക്കുകയാണ്.
നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോ ജോഷി സാർ പറഞ്ഞ പോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളെ ഇത്രയും സ്നേഹത്തിലും ഒത്തൊരുമയിലും ഒരു കുടക്കീഴിലാക്കാൻ ഇങ്ങനെ ഒരു നിമിത്തമാണ് നമുക്ക് കിട്ടിയത്. അത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ കലാപരിപാടികളും പുനർനവയിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഗീത ടീച്ചറാണ് ആദ്യമായിട്ടൊരു പാട്ട് കൂട്ടായ്മയിൽ പാടാനുള്ള ഒരു പ്രചോദനം തന്നത്. അതിന് ഞാൻ ഗീത ടീച്ചറെയും വളരെ സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ്. പല സ്ഥലങ്ങളിലുള്ള ആളുകൾ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ എല്ലാവരുടേതായുള്ള സുഖദുഃഖങ്ങളിലും കല്യാണങ്ങൾക്കും എല്ലാം നമ്മൾ പങ്കെടുക്കുന്നു. നമ്മുടെ സംഗമങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നമുക്ക് വളരെയധികം എന്താ പറയാ നല്ലൊരു സന്ദർഭമായി നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും സുഖവും സന്തോഷവുമായി നിലനിന്നു കൊള്ളട്ടെ എന്നും ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇതിലെല്ലാ അംഗങ്ങൾക്കും ആയുധാരോഗ്യ സൗഖ്യം നിറവേറട്ടെ എന്നുള്ളതും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ ഈ പരിപാടികൾ ഇനിയും പങ്കെടുക്കാനും കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ കലാപരിപാടി നടത്തത് അതില് ആദ്യമായിട്ട് ഒരു ഭക്തിഗാനമായിട്ട് നമ്മുടെ കൊല്ലത്ത് നിന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിന്ധു ജയൻ, ഓണറബിൾ ചപ്പാത്തി ഷോപ്പ്. താങ്ക് യു. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ. ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര, ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര, താൻ താൻ നിരന്തരം ചെയ്തോരു കർമ്മഫലദോഷങ്ങൾ തീർക്കുന്ന യാത്ര, മോക്ഷപദയാത്ര ബ്രഹ്മഫലയാത്ര, കഠിനതരമായൊരു ഘടയോഗയാത്ര. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ. മായാപ്രപഞ്ചമാം മൺതരിയിലമരുന്ന മായയെ തിരയുന്ന യാത്ര, മായാപ്രപഞ്ചമാം മൺതരിയിലമരുന്ന മായയെ തിരയുന്ന യാത്ര, ഹോമകുംഭം പോൽ ജ്വലിക്കും മനസ്സിന് സാന്ത്വനം പകരുന്ന യാത്ര, പരമപദയാത്ര പരമാത്മയാത്ര, പ്രണമമന്ത്രാക്ഷര സ്വരമുഖരയാത്ര. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര, മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടാദ്യന്തമില്ലാത്ത യാത്ര, ഒരറിവില്ല പൈതലിൻ യാത്ര. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ. താങ്ക് യു. കവിത മാത്രമല്ല പാട്ടും വഴങ്ങും കേട്ടോ. വളരെ നന്നായി, വെരി ഗുഡ്, താങ്ക് യു. അടുത്തത് ഒരു നാടകഗാനമായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ പുഷ്പു എന്ന പുഷ്പലതാജി. പുഷ്പു പ്ലീസ്. മ്യൂട്ടാണ് പുഷ്പജി. ഇല്ലിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ,
അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ വെയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തെന്നലേ ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ അണിയുവാൻ തൂവേർപ്പിൻ മണിമാല തന്നേക്കാം അണയൂ നീ കനി പോലും തെന്നലേ അണിയുവാൻ തൂവേർപ്പിൻ മണിമാല തന്നേക്കാം അണയൂ നീ കനി പോലും തെന്നലേ കരിവാള ചിരിപോട്ടും കുളിർ കയ്യിൽ ചന്ദനവും പനിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ 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 താങ്ക് യു സോ മച്ച്. അടുത്തത് ഒരു ലളിതഗാനവുമായി എത്തുന്നു പ്രിയപ്പെട്ട നമ്മുടെ സിനിമാ നടൻ അരുൺ ഗോപിനാഥ്. ഇപ്പൊ ലൊക്കേഷനാന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? അരുൺജി ഷൂട്ടിങ്ങിൽ ആ ലൊക്കേഷനിലാ, എന്നാലും കയറാമെന്ന് പറഞ്ഞു. ഉണ്ടോന്ന് നോക്കുക. പ്രോഗ്രാം ഇത്ര സമയം ഉണ്ടായിരുന്നു? രാത്രി ഹൊറർ ആണ്, രാത്രിയിലാ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു. ഇപ്പം അടുത്തത് നമ്മുടെ പ്രിയങ്കരിയായ അംബികാജി. അമ്പൂ റെഡിയായോ? അമ്പുവിന്റെ ഒരു സിനിമാ ഗാനമാണ്. ആ, ഞാൻ ശരിക്കും പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അതൊന്നും സാരമില്ല, നമ്മുടെ വേദിയല്ലേ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ, മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനനം, വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി, കാനനച്ചോല കുണുങ്ങിയോടി. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി, കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ,
വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. താങ്ക് യു അമ്പുജി. അമ്പു, നല്ല പാട്ട്, അന്വർത്ഥമാണ്. നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് ഈശ്വരൻ, നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നില്ല, അതാണ് കാര്യം. നല്ലൊരു പാട്ട് തന്നെയാണ്. വളരെയധികം സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇനി ഭാഷി സാറുണ്ടോ? ഇല്ല, അരുൺജി പോയി. അരുൺജി ഇല്ല. അപ്പം ഇനി എന്താണ് ജേക്കബ് സാർ? മ്യൂട്ടില്ല അപ്പൊ സാർ. നമുക്ക് സമയം കഴിഞ്ഞു കൊണ്ടുകൊണ്ട് നമുക്ക് അടുത്തത് പ്രദീപ് സാറിനോട് ചോദിച്ചു. പ്രദീപ് സാറെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നോക്കലായല്ലോ. അല്ല, ഇനിയും അപ്പൊ അടുത്തത് താങ്ക്സ്. അതെ, ഫോട്ടോ താങ്ക്സ് പറയുന്നതാണ് നമ്മുടെ ഏറെ പ്രിയങ്കരിയായ റോസ് ജേക്കബ് അവറുകളെ. റോസ് നമ്മുടെ ജേക്കബ് സാറിന്റെ സഹധർമ്മിണിയും എല്ലാ കാര്യത്തിലും ജേക്കബ് സാറിനെ ഹെൽപ്പ് ചെയ്ത് ഒരുമിച്ച് എപ്പോഴും സ്നേഹത്തോടെ വർത്തിക്കുന്ന ദമ്പതികളിലെ പത്നിയായ നമ്മുടെ റോസിനെ ഫോട്ടോ താങ്ക്സിന് നന്ദി പറയാനായിട്ട് ക്ഷണിച്ചു കൊണ്ടു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇന്നത്തെ നമ്മുടെ ഈ സാന്ദ്രലയം എന്ന സാംസ്കാരിക സന്ധ്യയുടെ ഉദ്ഘാടന സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയും നന്ദിയോടെയും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. വിദേശത്തായിട്ടും നമ്മുടെ രാധാജിയുടെ ഈശ്വര പ്രാർത്ഥന നമ്മളെ ഒരു ഭക്തിയുടെ ആഴങ്ങളിലൂടെ പ്രവേശിപ്പിച്ച് ഒരു ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി. ശരിക്കും പ്രത്യേകം രാധാജിക്ക് ഈ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. സ്വാഗതം അർപ്പിച്ച ജ്യോതി ടീച്ചർ തൻ്റെ ഉത്തരവാദിത്വം കൃത്യതയോടെ നിറവേറ്റി. എല്ലാവർക്കും ജ്യോതിജിക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ അധ്യക്ഷനും പ്രോഗ്രാം ഡയറക്ടറും ഈ ഈ സാന്ദ്രലയം പ്രോഗ്രാമിന്റെ ആശയം തന്നെ മുന്നോട്ട് വെച്ച് അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറാതെ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞു, നീ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനും പുറകോട്ട് മാറിയപ്പോ എന്നാ ഞാൻ തന്നെ ചെയ്യും, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാവിധ സപ്പോർട്ടും ഞാൻ എല്ലാം ചെയ്തോളാം, ഷായിച്ചാൻ ഇതിന് മുന്നിട്ട് നിന്നാ മതി എന്ന് പറഞ്ഞ് അങ്ങനെ സ്വയം ഏറ്റെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ജേക്കബ് സാർ, നമ്മുടെ ഈ ഓരോരുത്തരുടെയും പുനർജന്മമാണല്ലോ ഓരോ പ്രഭാതവും. ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേറ്റ് പ്രതീക്ഷയോടെ അതിരാവിലെ ഉണർന്ന് അയ്യോ ഇന്ന് യോഗ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ ആരും കാണില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചാടി എഴുന്നേറ്റാണ് കഴിയുന്നതും ആദ്യത്തെ 8 പേരിൽ അല്ലെ 5 പേരിൽ 10 താഴെയിൽ ഞങ്ങൾ കാണും. അങ്ങനെ ഈ വന്ന് പ്രതീക്ഷകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ഒരു ദിവസത്തിന്റെ ആ പുത്തൻ പ്രഭാതത്തിലേക്ക് ദൈവം തന്ന ഓരോ ദിനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ യോഗയിലൂടെ അതിനെ കൂടുതൽ അടുപ്പിക്കാൻ, ഇഴയെടുപ്പമുള്ളതാക്കാൻ ഇങ്ങനൊരു പ്രോഗ്രാമും ആവട്ടെ എന്ന് തുടങ്ങിയ ജേക്കബ് സാറിന് അധ്യക്ഷന് 1000 നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുന്നു. ഈ സാന്ദ്രലയം പ്രതിമാസ പ്രോഗ്രാമിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ പുനർനവ കുടുംബത്തിന്റെ നാഥനും ഫൗണ്ടറുമായ ശ്രീ പ്രദീപ് ജി ഓരോരുത്തരെയും ചേർത്ത് നിർത്തി അവരെ കൂടുതൽ മനസ്സിലാക്കി പ്രചോദനപരമായ ഉത്സാഹ വചനങ്ങൾ കൊടുത്ത് എല്ലാവരെയും കോർത്തിണക്കി യോഗയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ ഓർമ്മിപ്പിച്ചു. പ്രത്യേകം
ഇഴയെടുപ്പമുള്ളതാക്കി. നമ്മൾക്ക് നല്ല ഭംഗിയുള്ള സാരി തുണിത്തരങ്ങളായാലും ഇഴയാകുന്ന അത് പെട്ടെന്ന് പിഞ്ചിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇഴയെടുപ്പം എന്ന് പറയുന്നത്. ആ ഇഴ അടിച്ച് ചേർത്ത് വെച്ചാൽ എത്ര പിടിച്ചാൽ പോലും അത് പൊട്ടത്തില്ല, അത്ര ബലമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ കുടുംബാംഗങ്ങൾ, നമ്മുടെ പുനർനവയിലെ അംഗങ്ങൾ ഇഴയെടുപ്പം ഉള്ളവരായി യോഗ ചെയ്യുന്നവരെ യോഗയിലൂടെയാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ സാർ എപ്പോഴും പറയുന്നത് യോഗയിലൂടെ നമ്മൾക്ക് കൂടുതൽ അടുപ്പമുള്ളവരാകാൻ, അങ്ങനെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ ഈ പുനർനവയുടെ അഡ്മിന് അല്ലെങ്കിൽ ഫൗണ്ടർക്ക് പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ജോഷി സാറ്, എന്തുവാ ജ്യോതിജി പറഞ്ഞ മിസ്റ്റർ ബ്രെയിൻ, അത് സത്യം 100% വാസ്തവമാണ്. അപ്പൊ അങ്ങനെ മിസ്റ്റർ ബ്രെയിനായ ജോഷി സാറിന് ഇൻസ്പിറേഷൻ തന്ന, നമ്മളെ ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്ത, നമ്മുടെ എല്ലാവരുടെയും ഒരു മോഡൽ. നമുക്കൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ ജോഷി സാറിനെയും മിനിയൊക്കെയാ പെട്ടെന്ന് ഓർക്കുന്നേ. അപ്പൊ എല്ലാം മറക്കും. അങ്ങനെ നമ്മുടെ ഒരു മോട്ടിവേറ്റർ ആയിരിക്കുന്ന ജോഷി സാറ് പറഞ്ഞു വരികൾ, ഞാൻ സമയം പോയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഒരൊറ്റ മതമുണ്ടോ, നമ്മൾ ഒറ്റ മതം, ഒരു ജാതിക്കും മതത്തിനും ഒന്നും ഇല്ല, നമ്മൾ ഒന്നാണ്. അവിടെ ഇവിടെ എല്ലാരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് രണ്ടാമത്തെ കുഞ്ഞിന്റെ ജന്മം, നമ്മുടെ കുടുംബത്തിലെ ഒരു രണ്ടാമത്തെ കുഞ്ഞിന്റെ ജന്മദിനം ശരിക്കും പറഞ്ഞാൽ അത് അതിശയിച്ചു പോയി. നവംബറിൽ തന്നെയാണോ ഈ സുഹൃത്തിനെ കേൾക്കാമെന്ന് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ പ്രദീപ് സാറും അത് പറഞ്ഞപ്പോ എങ്ങനെ കോയിൻസിഡന്റ്, നമ്മളതൊന്നും ഓർത്തല്ല ഈ പ്രോഗ്രാം ഈ നവംബറിൽ തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞതുപോലും, അതെല്ലാം ദൈവികമാണെന്ന് ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ജോഷി സാറിന് പ്രത്യേകം ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ യോഗാചാര്യനായ സുരേഷ് സാറ് വളരെയധികം സന്തോഷത്തോടെ ഇത്രയും തിരക്കിനിടയിലും നമ്മുടെ ഈ പ്രോഗ്രാം ഉത്സാഹത്തോടെ അത് കാണുവാൻ, ശ്രവിക്കുവാനും ആശംസകൾ അർപ്പിക്കാനും ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ കൂടെ നിന്ന് സാറിന്റെ, നമ്മളെപ്പോഴും ഓർക്കുക സാറിന്റെ ആരുണ്ട് പോലും, 1 or 2 പേരായാലും സാറിന്റെ ആ യോഗ കൃത്യമായിട്ട് അത് ആദ്യം മുതൽ അവസാനം വരെയും അത് ചെയ്യുന്ന ആ ഒരു ഡെഡിക്കേഷൻ നമുക്കെല്ലാം മാതൃകയാക്കി ഇരിക്കേണ്ടതാണ്. പിന്നെ ഹരിജി പ്രത്യേകം സുരേഷ് സാറിനെ ഹൃദയം നിറഞ്ഞ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. പിന്നെ ഹരിജി ഈ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാമല്ലോ, അച്ഛന്റെ വേർപാടിൽ. എന്നിട്ട് പോലും ആരെങ്കിലും ഇല്ലാതായാൽ അപ്പൊ ഞാൻ ചെയ്യാം എന്ന് ആ സൂക്ഷ്മയോഗ ഉൾപ്പെടെ ഒരാൾക്ക് വേണ്ട സർവ്വ കാര്യങ്ങളെ, ഓരോ അവയവങ്ങളെയും ഉദ്ദീപിപ്പിച്ച് നമ്മളെ യോഗയിലൂടെ എത്രയും ആരോഗ്യമുള്ളതാക്കി തീർക്കുക ഹരിജിക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പിന്നെ മുദ്രകളിലൂടെയുള്ള ആ ധ്യാനം, അവസാനത്തെ എല്ലാം പ്രത്യേകം ഓർക്കുന്നു. ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഗിഫ്റ്റ് ആണ് ഈ യോഗ എന്ന് പറയുന്നത്, ഞങ്ങളുടെ എല്ലാം. അങ്ങനെ പിന്നെ അടുത്തതായിട്ട് ഫിലോമിനാജി ഞങ്ങളുടെ അമ്മയാണ്. പ്രായം കൊണ്ടല്ല, മനസ്സിൽ ഒരു അമ്മയുടെ സ്ഥാനമാണ് കൊടുക്കുന്നത്. അതായത് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ വിശുദ്ധ കന്യക, ഞാൻ സാമ്യപ്പെടുത്തുമല്ല, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തിൽ അവിടെ വീഞ്ഞു കുറഞ്ഞപ്പോ അമ്മയാണ് യേശുവിനോട് പറഞ്ഞത്, മകനെ ഇവിടെ വീഞ്ഞു തീർന്നിരിക്കുന്നു, ആ പോരായ്മ തീർത്താൽ നീ വെള്ളം കൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞ്. അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഫിലോമിനാജി അങ്ങ് തുടങ്ങും യോഗയ്ക്ക്. അവിടെ ഇന്ന് വരെ പ്രദീപ് സാർ പറഞ്ഞ പോലെ യോഗ ഒറ്റ ദിവസം പോലും യോഗ മുടങ്ങിയിട്ടില്ല. അത് ഏത് പോരായ്മയും റിസർവ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതൊക്കെ നമുക്ക് എന്തുമാത്രം ഇൻസ്പിറേഷനാ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ആ ഫിലോമിനാജിക്ക് ഹൃദയത്തിനുള്ളിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു. പിന്നെ ആരാ, പിന്നെ പറഞ്ഞാരാ, അനിൽജി ഞാൻ അനിൽജി തിരക്കിന്റെ ഇടയിലും എല്ലാ ദിവസവും സൂം ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ടി ഇത്രയും എല്ലാ കാര്യത്തിലും ഇടപെട്ട്, ദൂരെ ആണെങ്കിലും ചേർന്ന് നമ്മുടെ എല്ലാ വീടുകളിൽ വന്ന് എല്ലാവരെയും കണ്ട് സന്തോഷത്തോടെ നിന്ന് അനിൽജിക്ക്, രവിയേട്ടന്, പിന്നെ രാവിലെ ആദ്യം കാണുന്നത് രവിയേട്ടനെ, അനിൽജിയെ, ഫിലോമിനാജിയൊക്കെ. രവിയേട്ടനെ, പിന്നെ ഹുസൈൻജി യോഗ കയറും അങ്ങ് പോകും. എന്നാലും ഇന്ന് ഏറെ നാൾക്ക് ശേഷം ആ സംസാരം കേൾക്കാനും, ഇത് എന്തൊരു ഗെറ്റ് ടുഗദർ വെച്ചാലും നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും എന്ത് തിരക്കും മാറ്റി നമ്മളോടൊപ്പം ഉണ്ടാവും.
സംസാരിച്ചില്ല വരും. എങ്കിലും ഹുസൈൻജിക്ക് എല്ലാം ഹൃദയം, രവിയേട്ടന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമില് നല്ല ഭക്തിയിലൂടെ പാട്ടുപാടി നമ്മളെ ഒരു ഭക്തിയിലേക്ക് കൊണ്ടുപോയ സിന്ധുജി, പുഷ്പാജി, പിന്നെ അമ്പു, എല്ലാവരും ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കി തീർത്ത പരിപാടികൾ അവതരിപ്പിച്ച് ഭക്തിയുടേതായ പാട്ടുകളായാലും എല്ലാം ഭംഗിയാക്കി തീർത്ത എല്ലാവർക്കും ഓരോരുത്തർ പുനർനവയിലെ ഓരോരുത്തരുടെയും പേരില് പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഇതില് അതിനെയൊക്കെ പറയാനുള്ളത് നമ്മുടെ ഈ പരിപാടിയെ ഇത്രയും ഭംഗിയാക്കി തീർത്ത ഗീതുവിന് നന്ദി പറഞ്ഞ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എത്രയും ഭംഗിയാക്കി പിന്നെ ഭംഗിയാക്കി ആങ്കർ ചെയ്ത ഗീതുവിന് പ്രത്യേകം നന്ദി. ഇത്രയും ക്ഷമയോടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരുന്ന് ശ്രവിക്കാനും നമ്മുടെ ആ ഒരു ഇഴയെടുപ്പം കൂടുതൽ ഭംഗിയാക്കി ഈ പ്രോഗ്രാം ഇത്രയും വിജയിപ്പിച്ച പങ്കെടുത്ത എല്ലാവർക്കും പുനർനവയുടെ പേരിലും ഞങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ പൂച്ചെണ്ടുകൾ. നന്ദി, നമസ്കാരം. സാറ് താമസിച്ചോ അല്ലേ? വീട്ടിലെത്തിയ വന്ദേ ഭാരതിലാണോ? വന്ദേ ഭാരതല്ല, അവിടുന്ന് ബസ്സിനാണ് വന്നത്. ഒരു പാട്ടിലൂടെ നിർത്താം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമും കാണാനും കേൾക്കാനും പറ്റിയില്ല. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കേൾക്കണം. ഞങ്ങൾ നേരത്തെ എത്തും എന്നുള്ളത് ഇതിലാണ് പോയത്, പക്ഷെ ഒരുപാട് താമസിച്ചു. ഒരു പാട്ട് പാടി നമുക്ക് നിർത്താം. അരുൺജിയും പാടാൻ പറ്റില്ല, സാറ് പോയി. തുടങ്ങിയ ഒരു ഒന്ന് രണ്ടാണ് പാടിയിട്ടുള്ളതാണ്, അത് തന്നെ വീണ്ടും പാടാം. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണിശങ്കുകള, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, ഒഴുകുന്ന താഴം പൂമണമിതു നാമെന്നും പറയാതെയോർത്തിടും അനുരാഗാനം പോലെ, ഒഴുകുന്ന താഴം പൂമണമിതു നാമെന്നും പറയാതെയോർത്തിടും അനുരാഗാനം പോലെ, ഒരുക്കുന്നു കൂടുന്നിതാ, ഒരുക്കുന്നു കൂടുന്നിതാ മലർക്കൊമ്പിലേതോ കുയിൽ, കടൽ പെറ്റരീ മുത്തു ഞാനെടുക്കും, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ, തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ, ഒരു നാടൻ പാട്ടായിതാ, ഒരു നാടൻ പ്രേമത്തിന്റെ നിലയ്ക്കാത്ത പാട്ടായിതാ, കടൽ തീരയാടുമി തീമണലിൽ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണിശങ്കുകളായി, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ.
കാതിൽ തേൻ മഴയാൻ പാടു കാറ്റേ കടലേ. അപ്പം സാധാരണ സദ്യ കഴിഞ്ഞാല് ഏറ്റവും അവസാനം ഈ തെക്കൻ കേരളത്തിലൊക്കെ ഒരു ഐസ്ക്രീം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ആലുവ എറണാകുളം സൈഡിലൊക്കെ ഒരു കട്ടൻ കാപ്പി കൊടുക്കാറുണ്ട്. അത് രണ്ടിലേതായാലും സാറിന്റെ പാട്ട് ഒന്നുകിൽ ഈ സദ്യയുടെ അവസാനം കിട്ടിയ കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ എന്തായാലും കൊള്ളാം, ഇത് പങ്കെടുക്കാൻ സാധിച്ചല്ലോ. അരുൺ മാത്രമേ ഉള്ളൂ ഈ പേര് തന്നവരില്. അത് മറ്റെന്തോ അസൗകര്യം കൊണ്ടാണ്. അത് സാരമില്ല. ഉണ്ടായിരുന്നിട്ട് ഇടയ്ക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് ആവശ്യം വന്നപ്പോ സാരമില്ല. എനിവേ, നമ്മള് ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ 9:30 എന്നുള്ളത് അങ്ങേയറ്റം പോയാൽ 10 മണിക്ക് മുൻപ് അവസാനിക്കണം എന്നുള്ളത് അതേപോലെ സംഭവിച്ചു. ഇനിയും ഇക്കാര്യത്തിൽ ഇതേപോലെ തന്നെ വരും ശനിയാഴ്ചകളിലും ഇതേപോലെ 8:30 മുതൽ 9:30 വരെയുള്ള പ്രോഗ്രാം, അത് സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ 8:30 തുടങ്ങി 9:30 അവസാനിക്കത്തക്ക രീതിയിൽ പ്രോഗ്രാമിന്റെ സമയം ഉൾപ്പെടെ എഴുതി അറിയിക്കുകയും വേണം. അപ്പൊ നമുക്ക് കൃത്യമായി ആ പ്രോഗ്രാം 8:30 തുടങ്ങി 9:30 അവസാനിക്കുകയും ചെയ്താം. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം എല്ലാം കൊണ്ടും ഭംഗിയാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആങ്കർക്ക് പ്രത്യേകം നന്ദി. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നമുക്ക് സന്തോഷത്തോടെ പിരിയാം. നാളെ രാവിലെ വീണ്ടും നമുക്ക് കാണാം എന്ന പ്രത്യാശയോടെ. വണക്കം. 11 എത്ര മണിയായി ഇവിടെ?